നമസ്കാരം. സംസ്ഥാന ചീഫ് സെക്രട്ടറി തൽക്കാലം ഒളിവിൽ പോകും. അല്ല, അതിന് അല്പം ഒരു തിരുത്തുണ്ട്. തൽക്കാലം ചീഫ് സെക്രട്ടറി മാറി നിൽക്കും. അതാണ് ശരി. ഒളിവിൽ പോകും എന്ന് പറയുന്നത് അത്ര നല്ലൊരു കാര്യമല്ലല്ലോ. കാരണം സംസ്ഥാന ചീഫ് സെക്രട്ടറി ഒളിവിൽ പോകും എന്നൊക്കെ പറയുമ്പോൾ അതിന് വല്ലാത്ത ഒരു എക്സാജറേഷൻ ഉണ്ട്. അതുകൊണ്ട് അത് വേണ്ട. ഫലത്തിൽ അത് തന്നെയാണ് എങ്കിൽ പോലും അദ്ദേഹം മാറി നിൽക്കുന്നു. ഏറ്റവും പരമപ്രധാനമായ ഒരു ചടങ്ങിൽ നിന്നാണ് സംസ്ഥാന ചീഫ് സെക്രട്ടറി മാറി നിൽക്കുന്നത്. രണ്ട് മന്ത്രിമാരുടെ സത്യപ്രതിജ്ഞാ ചടങ്ങ് നടക്കുമ്പോൾ ആ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉദ്യോഗസ്ഥൻ, അത് ആ ചടങ്ങ് സംഘടിപ്പിക്കുന്നതിൽ എല്ലാ കാര്യങ്ങളും നോക്കേണ്ട ഒരു ഉദ്യോഗസ്ഥൻ ചീഫ് സെക്രട്ടറിയാണ്. ചടങ്ങിലേക്ക് സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കാൻ വരുന്ന ഗവർണറെ ചടങ്ങിലേക്ക് ക്ഷണിക്കേണ്ടതും ചീഫ് സെക്രട്ടറിയാണ്. അവിടെ ആ ചടങ്ങ് നടക്കുന്ന സത്യപ്രതിജ്ഞ ചടങ്ങ് നടക്കുന്ന ആ സ്ഥലത്ത് ചീഫ് സെക്രട്ടറിയുടെ സാന്നിധ്യം നിർബന്ധമായും ഉണ്ടായിരിക്കേണ്ടതാണ്. എന്നാൽ രണ്ട് മന്ത്രിമാരുടെ സത്യപ്രതിജ്ഞ നടക്കുന്ന വേളയിൽ, കേരളത്തിൽ ഇപ്പോൾ നടക്കുന്ന ആ വേളയിൽ ചീഫ് സെക്രട്ടറി ഡോക്ടർ വി വേണു പങ്കെടുക്കില്ല എന്നത് നിശ്ചയമായിരിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത്, വേണു നമ്മുടെ ചീഫ് സെക്രട്ടറി ഒളിവിൽ പോവുകയാണോ എന്നൊരു സംശയം പറഞ്ഞത്. എന്തുകൊണ്ടാണ് അങ്ങനെ ഒളിവിൽ പോവുകയാണോ എന്ന് പറയാം. കാരണം ഗവർണറെ ഭയന്നിട്ട് തന്നെ. ഗവർണർ ചീഫ് സെക്രട്ടറിയോട് രണ്ട് കാര്യങ്ങളിൽ റിപ്പോർട്ട് ആവശ്യപ്പെട്ടിരുന്നു. ഒന്ന്, കേരളത്തിൽ ധനകാര്യ പ്രതിസന്ധി ഉണ്ട് എന്ന് ചീഫ് സെക്രട്ടറി തന്നെ ഹൈക്കോടതിയിൽ സത്യപ്രതിജ്ഞ അല്ലെങ്കിൽ സത്യവാങ്മൂലം നൽകി കഴിഞ്ഞിരിക്കുന്ന ഈ പശ്ചാത്തലത്തിൽ അത്തരത്തിൽ കേരളത്തിൽ ധനകാര്യ പ്രതിസന്ധി ഉണ്ടോ എന്ന ഒരു ചോദ്യം ഗവർണർ ചീഫ് സെക്രട്ടറിയോട് ചോദിച്ചു. അങ്ങനെ അതിൽ ഒരു റിപ്പോർട്ട് നൽകണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഗവർണർ ചീഫ് സെക്രട്ടറിക്ക് കത്തെഴുതുകയും ചെയ്തു, നിർദ്ദേശം നൽകുകയും ചെയ്തു. പക്ഷേ ഇതുവരെയും ചീഫ് സെക്രട്ടറി ഈ വിഷയത്തിൽ ഗവർണർക്ക് റിപ്പോർട്ട് കൊടുത്തിട്ടില്ല. രണ്ട്, SFIയുടെ ആക്രമത്തിൽ അതിൻ്റെ റിപ്പോർട്ട് ആവശ്യപ്പെട്ടു. എന്താണ് സംഭവിച്ചത്? SFI തന്നെ ആക്രമിക്കുകയും തൻ്റെ വഴി തടയുകയും ചെയ്ത വിഷയവുമായി ബന്ധപ്പെട്ടും ഇവിടുത്തെ ചീഫ് സെക്രട്ടറി എന്നുള്ള നിലയിൽ അതിനെക്കുറിച്ച് റിപ്പോർട്ട് ആവശ്യപ്പെട്ടു. അതും ചീഫ് സെക്രട്ടറി കൊടുത്തിട്ടില്ല. അപ്പോൾ ഈ രണ്ട് റിപ്പോർട്ടുകൾ ചീഫ് സെക്രട്ടറിക്ക് കൊടുക്കാത്തത് കൊണ്ട് തന്നെ ഒരു കുറ്റബോധമുണ്ട്, ഒരു ഭയമുണ്ട് ഗവർണറെ മുന്നിലേക്ക് പോയി നിൽക്കാൻ. അതുകൊണ്ട് ഈ ചടങ്ങിലേക്ക് ക്ഷണിക്കാൻ പറഞ്ഞു വിട്ടത് അഡീഷണൽ ചീഫ് സെക്രട്ടറിയായ ശാരദ മുരളീധരനെയാണ് ഇപ്പോൾ ചീഫ് സെക്രട്ടറി പറഞ്ഞു വിട്ടത്. അതിനുശേഷം ചടങ്ങ് നടക്കുമ്പോൾ, ഈ സത്യപ്രതിജ്ഞാ ചടങ്ങ് നടക്കുമ്പോൾ ആ ചടങ്ങിലും ഇപ്പോൾ അഡീഷണൽ ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരൻ തന്നെ പങ്കെടുക്കും. ചീഫ് സെക്രട്ടറി, യഥാർത്ഥ നമ്മുടെ ചീഫ് സെക്രട്ടറി മാറി നിൽക്കും. അത് ഗവർണറെ ഫേസ് ചെയ്യാൻ കഴിയാത്തതിൻ്റെ ബുദ്ധിമുട്ട് തന്നെയാണ്. ഒരാൾ ഒരു കുറ്റം ചെയ്തു എന്ന് നമുക്ക് സ്വയം തോന്നുമ്പോഴാണ് മറ്റുള്ളവരെ ഫേസ് ചെയ്യാൻ മടിക്കുന്നത്, ഭയപ്പെടുന്നത്. നമ്മുടെ കേരള ചീഫ് സെക്രട്ടറിയും അത്തരത്തിൽ ഒരു കൃത്യവിലോപം ചെയ്തിരിക്കുന്നു, കുറ്റം ചെയ്തിരിക്കുന്നു എന്ന് അദ്ദേഹത്തിന് തന്നെ ബോധ്യപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ഗവർണറെ മുന്നിലേക്ക് മുഖം കാണുന്ന തരത്തിൽ ഗവർണറെ മുന്നിൽ പോയി നിൽക്കാൻ അദ്ദേഹം മടിക്കുന്നത്. അതിന് കാരണക്കാരൻ ആരാണ്? ഇങ്ങനെ ഒരു പ്രമുഖനായ, കേരളത്തിൻ്റെ ഏറ്റവും പ്രമുഖനായ, ഏറ്റവും വലിയ ഒരു IAS ഉദ്യോഗസ്ഥനെ ഇങ്ങനെ തല താഴ്ത്തി നിൽക്കാൻ പ്രേരിപ്പിക്കുന്നത് ആ ഘടകം എന്താണ്? അങ്ങനെ തല താഴ്ത്തി നിൽക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കിയത് ആരാണ്? മറുപടി ഒന്നേ ഉള്ളൂ, മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ. ഗവർണർ പറയുന്നതിനും ചോദിക്കുന്നതിനൊന്നും എല്ലാം മറുപടി എടുക്കേണ്ട കാര്യമില്ല എന്ന് മുഖ്യമന്ത്രി ഈ രാജ എഴുന്നള്ളത്ത് വേദിയിൽ വെച്ച് ഒരിക്കൽ പരസ്യമായി തന്നെ പറയുകയുണ്ടായി. അങ്ങനെ പരസ്യമായ ഒരു മുഖ്യമന്ത്രി പറഞ്ഞ വിഷയത്തിൽ ഗവർണർ ചോദിക്കുന്നതിനൊന്നും മറുപടി കൊടുക്കേണ്ട കാര്യമില്ല എന്ന് മുഖ്യമന്ത്രി തന്നെ അങ്ങനെ പരസ്യമായി വെളിപ്പെടുത്തി പറഞ്ഞിരിക്കുന്നു, പ്രസ്താവിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ ചീഫ് സെക്രട്ടറിക്ക് അതിന്മേൽ ഒരു മറുപടി കൊടുക്കുക വളരെയധികം പരിമിതിയുണ്ട്. അതുതന്നെയാണ് ചീഫ് സെക്രട്ടറിയെ ഇപ്പോൾ തല കുനിക്കാൻ പ്രേരിപ്പിച്ചിരിക്കുന്നത്. നോക്കുക, നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ഏറ്റവും ഉന്നതനായ ഒരു IAS ഓഫീസർക്ക്
ഒരു പ്രധാനപ്പെട്ട ഭരണത്തലവൻ്റെ മുന്നിൽ പോയി നിൽക്കാനുള്ള ഒരു ആർജവം അതല്ലെങ്കിൽ ചങ്കുറപ്പില്ലാതെ തല കുനിക്കേണ്ടി വന്നിരിക്കുന്നു. ആ ചടങ്ങിൽ പങ്കെടുക്കാതെ മാറി നിൽക്കേണ്ടി വന്നിരിക്കുന്നു. ഒരു ഭരണ സംവിധാനത്തിൻ്റെ ഏറ്റവും വലിയ തകരാറ് അല്ലെങ്കിൽ ഏറ്റവും വലിയ പരാജയമാണ് ഇവിടെ നമ്മൾ കാണുന്നത്. IAS ഓഫീസർമാർ ആത്മധൈര്യം തകർക്കുന്ന ഒരു പ്രവൃത്തി തന്നെയാണിത് എന്നത് വ്യക്തം.